ആലപ്പുഴ CPIയിൽ വിഭാഗീയത തർക്കത്തെ തുടർന്ന് ആലപ്പുഴ മണ്ഡലം സമ്മേളനം നിർത്തിവെച്ചു. മത്സരം വേണമെന്ന ആവശ്യം ഉയർന്നതോടെയാണ് സമ്മേളനം നിർത്തിവെച്ചത്. സമ്മേളനത്തിൽ പങ്കെടുത്ത മന്ത്രി P. പ്രസാദും പ്രതിനിധികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സംസ്ഥാന സമ്മേളനം നടക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ. ഇന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ചേരും. ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, എന്താണ് വിഭാഗീയതയ്ക്കിടയാക്കിയ തർക്കം? ആലപ്പുഴ മണ്ഡലം സമ്മേളനത്തിലാണ് ഈ വിഭാഗീയത മറനീക്കി പുറത്തു വന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സെപ്റ്റംബറിൽ നടക്കുന്ന CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് വേദി ഒരുങ്ങുന്നത് ആലപ്പുഴ നഗരത്തിലാണ്. ആതിഥേയത്വം വഹിക്കേണ്ടിയിരുന്ന മണ്ഡലം സമ്മേളനമാണ് ഈ വിഭാഗീയതയെ തുടർന്ന് പിരിച്ചുവിടേണ്ടി വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഭാഗീയത ഈ പ്രാദേശികമായി നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലപ്പുഴ നഗരസഭ ഭരണത്തിൽ വൈസ് ചെയർമാനായുള്ള CPI പ്രതിനിധി പാർട്ടി നേതൃത്വവുമായി ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കത്തിൽ പല സന്ദർഭങ്ങളിലും തന്റെ വാക്കിന് മുഖവില കൊടുക്കുന്നില്ല എന്ന് വൈസ് ചെയർമാനായ PSM ഹുസൈൻ പലതവണ പാർട്ടി നേതൃത്വത്തെ അറിയിക്കാറുണ്ട്. പല സന്ദർഭങ്ങളിൽ ഇത് തർക്കങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യാറുണ്ട്. ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു മണ്ഡലം സമ്മേളനം CPIയുടെ മണ്ഡലം സമ്മേളനം നടന്നത്. 15 സമ്മേളനങ്ങൾ പൂർത്തിയാക്കി 16ാമത് സമ്മേളനം ആയിട്ടാണ് നടന്നത്. അതായത് ജില്ലയിലെ മറ്റെല്ലാ മണ്ഡല സമ്മേളനങ്ങളും സെക്രട്ടറി തെരഞ്ഞെടുപ്പ്, മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളൊക്കെ വളരെ കൃത്യമായി നടത്തി പിരിയുകയായിരുന്നു ചെയ്തത്. എന്നാൽ ആലപ്പുഴ മണ്ഡലം സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി ഔദ്യോഗിക പാനൽ അവതരിപ്പിച്ച് ആ പാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി P. പ്രസാദ്, അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി TG ആഞ്ചലോസ്, AIYF-ന്റെ സംസ്ഥാന സെക്രട്ടറി ജിസ്മോൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ പാനൽ അവിടെ അവതരിപ്പിച്ചത്. ഈ പാനൽ അവതരിപ്പിച്ചപ്പോഴാണ് മത്സരം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരികയായിരുന്നു. എന്നാൽ മത്സരിക്കാൻ പാടില്ല എന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം ലംഘിക്കാൻ കഴിയില്ല എന്ന് നേതൃത്വം അറിയിച്ചു. പക്ഷേ ആ കാര്യത്തെ ചൊല്ലി പരസ്പരം വലിയ വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു. ഒടുവിൽ നേതൃത്വം ഇടപെട്ട് ഈ സമ്മേളനം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ 3 ദിവസത്തേക്ക് നടന്ന സമ്മേളനം പൂർത്തിയാക്കാനാവാതെ പിരിച്ചുവിടേണ്ടി വന്നു എന്നതാണ് CPIയുടെ ആലപ്പുഴ മണ്ഡലം സമ്മേളനത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതുവരേക്കും ആരായിരിക്കും മണ്ഡലത്തെ നയിക്കേണ്ടത് എന്നത് സംബന്ധിച്ച ഒരു തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ എന്തായിരിക്കണം തീരുമാനിക്കേണ്ടത് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ചേരും. ഈ യോഗത്തിൽ വെച്ച് മണ്ഡലം സെക്രട്ടറിയെ ഒരു അഡ്വോ കമ്മിറ്റിയൊക്കെ തെരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്ത CPI സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന മണ്ഡലത്തിനകത്ത് വിഭാഗീയത ഉണ്ട് എന്നത് CPIയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി മാറും എന്ന കാര്യം ഉറപ്പാണ്. കാരണം അത്രത്തോളം ഗൌരവപ്പെട്ട വിഭാഗീയതയായി ഈ പ്രാദേശിക വിഭാഗീയതയാണെങ്കിൽ പോലും CPIക്കകത്ത് ആലപ്പുഴയിൽ നിലനിൽക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. CPM-ൽ വിഭാഗീയതയ്ക്ക് പേരുകേട്ട ഒരു ജില്ലയിൽ CPI-യിൽ കൂടി വിഭാഗീയത ഉണ്ടാകുന്നു എന്നത് ഇടതുപക്ഷത്തിനു കൂടി ഒരു കനത്ത പ്രശ്നമായി മാറും എന്ന കാര്യം ഉറപ്പാണ്. ജൽസി വിവരങ്ങൾ നൽകിയത്.